ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ അനന്തു. എല്ലാവരും വീഡിയോയുടെ തമ്പ് കണ്ടിട്ടുണ്ടാവും അല്ലേ? 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഫ്രീ ആയി പഠിക്കാം. എങ്ങനെയാണ് 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ CBSE സിലബസിൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുക? നമുക്ക് എല്ലാവർക്കും അറിയാം, CBSE സിലബസിൽ സ്കൂളുകളിൽ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ചെലവേറിയ ഒരു പ്രോസസ്സ് തന്നെയാണല്ലേ. +2 വരെ CBSEയിൽ പഠിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഈ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഫ്രീ ആയി പഠിക്കാൻ പറ്റുന്ന ഒരു അവസരം നമുക്ക് ഇന്ത്യയിലുണ്ട്. 1986 സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ ഫോമർ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്ന ശ്രീ രാജീവ് ഗാന്ധി സ്റ്റാർട്ട് ചെയ്ത ഒരു ഓൾട്ടർനേറ്റീവ് സ്കൂൾ സിസ്റ്റമാണ് നമ്മുടെ നവോദയ സ്കൂൾ. ജവഹർ നവോദയ സ്കൂൾ എന്നാണ് നമ്മൾ പറയുക അല്ലെ. അപ്പൊ ഈ ജവഹർ നവോദയ സ്കൂളുകളിലാണ് 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ CBSE സിലബസിൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ കഴിയുക. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂറൽ ഏരിയയിലുള്ള കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ട് ആ സമയത്തെ മിനിസ്ട്രി ഫോം ചെയ്ത ഒരു ഓൾട്ടർനേറ്റീവ് സ്കൂളാണ് കേട്ടോ. ആ ഒരു സമയം എന്ന് പറയുന്നത് അവര് നോക്കുമ്പോൾ ഒരുപാട് ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ആ ഒരു സമയത്തെ മിനിസ്ട്രി ഫോം ചെയ്ത ഒരു ഓൾട്ടർനേറ്റീവ് സ്കൂൾ തന്നെയാണ് ജവഹർ നവോദയ വിദ്യാലയ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് റൂറൽ ഏരിയയിലുള്ളവർക്ക് മാത്രമല്ല അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അർബൻ ഏരിയയിലുള്ള കുട്ടികൾക്കും നവോദയ സ്കൂളുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നവോദയ സ്കൂളുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഫ്രീ എഡ്യൂക്കേഷൻ എപ്പാർട്ട്, അത് അവർ പറയുന്നു ഒരു മെയിൻ പോയിന്റ് തന്നെയാണ്. അത് കൂടാതെ അവർ പറയുന്ന ഏറ്റവും വലിയ പോയിന്റ് ആണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ, ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്ന, നമ്മുടെ ജവഹർ നവോദയയിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും അവിടെ വന്നാൽ അവിടെ ഉറപ്പാണ് ഏറ്റവും നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം. അതേപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും അവിടെ ഭയങ്കരമായിട്ട് നമ്മുടെ ഇൻബോൺ ടാലൻസിനെ അവർ പുറത്തെടുത്ത് തന്നെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊക്കെ സ്കൂളുകളിൽ ഒരൈറ്റത്തിനെ പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെയല്ല. നമുക്ക് എത്ര ഐറ്റംസിനാണോ നമുക്ക് താല്പര്യം, നമ്മുടെ ഇൻട്രസ്റ്റ് എവിടെയാണോ അത് കണ്ടുപിടിച്ച് അവരവിടെ കുട്ടികളെ അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് അവരുടേതായ സിലബസിൽ അടിപൊളിയായിട്ട് പഠിപ്പിച്ചു കൊണ്ടുപോകും. നമ്മുടെ സ്കൂളുകളെ പോലെ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ പേരൻസിനും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ രാവിലെ സ്കൂളിൽ പോയി വൈകിട്ട് വരാൻ പറ്റത്തില്ല. അതൊരു റെസിഡൻസ് സ്കൂളാണ്. നമ്മൾ അവിടെ നിന്ന് തന്നെ പഠിക്കണം. ഹോസ്റ്റലിൽ, നവോദയ വിദ്യാലയ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം. രാവിലെ കുട്ടികൾക്ക് ജോഗിങ്, എക്സസൈസ് ഇങ്ങനെയുള്ള ഒരു റൊട്ടീനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, പഠിക്കുക, ഉച്ചവരെ പഠിക്കുക. ദെൻ ഇവർക്ക് റെമഡിയൽ ക്ലാസ്സസ് ആണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളിപ്പോൾ CBSE വിടുന്ന ഒരാളായിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ വിടുന്ന ഒരു പേരന്റ് ആയിക്കോട്ടെ, നമ്മൾ ഇവർ വിട്ടതിന് ശേഷം ഇവർക്കൊരു എക്സ്ട്രാ ക്ലാസ്സസിന് വേണ്ടി നമ്മൾ ട്യൂഷനാണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നവോദയ സ്കൂളുകളിലേക്ക് ഇവരെ അപ്ലൈ ചെയ്ത് ചേർക്കുകയാണ് എങ്കിൽ, എക്സാംസ് എഴുതി അഡ്മിഷൻ ലഭിക്കുകയാണ് എങ്കിൽ, നമുക്ക് അവരവിടെ ക്ലാസ്സസിനോടൊപ്പം തന്നെ റെമഡിയൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ റെമഡിയൽ ക്ലാസ്സസിൽ അവര് ഡൗട്ടുള്ള പോർഷൻസ് എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നവോദയയിൽ ഭയങ്കരമായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. അവരെ നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ടാണ് വളർത്തുക. നല്ല ഡിസിപ്ലിനും ചിട്ടയോടെയാണ് അവർ വളർത്തുക കേട്ടോ. അതേപോലെ തന്നെയുള്ള ഒരു ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് +2 ഒക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ 11th മുതലേ നമ്മൾ എൻട്രൻസിനെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ. ഏതൊരു ബാക്ക്ഗ്രൗണ്ട് എടുക്കുമ്പോഴും, ഇപ്പം എഞ്ചിനീയേഴ്സ് ആയാലും ഡോക്ടേഴ്സ് ആയാലും CA ആയാലും ഏതിനായാലും എൻട്രൻസ് ഉള്ള കാലമാണ്. സോ നവോദയയിൽ ഇതിനുള്ള കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ 10th മുതലേ നമുക്ക് +2 കഴിഞ്ഞിട്ടുള്ള എൻട്രൻസിന്റെയും കൂടെ ബേസിക് പഠിപ്പിച്ചാണ് അവർ പോകുന്നത്. അത്രയും ഹൈ ലെവലിലേക്ക്, അതേപോലെ തന്നെ നല്ല നല്ല യൂണിവേഴ്സിറ്റികളിലേക്ക്, അതേപോലെ IIT ക്യാമ്പസിലേക്കൊക്കെയാണ് നമ്മുടെ +2 കഴിഞ്ഞ് ഈ കുട്ടികൾ എൻട്രൻസ് എഴുതി നേരെ പോകുന്നത്. അപ്പൊ ഇതിനെല്ലാമായിട്ട് എന്താണ്, നോ കോസ്റ്റ്, ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം ജവഹർ നവോദയ വിദ്യാലയത്തിലേക്ക്. അപ്പോൾ നമ്മുടെ ജവഹർ നവോദയ വിദ്യാലയത്തിലേക്ക് 2 തവണ മാത്രമേ നമുക്ക് അഡ്മിഷൻസ് അലൗഡ് ആയിട്ടുള്ളൂ. ഒന്ന് 6ാം ക്ലാസ്സിലേക്കും ഒന്ന് 9ാം ക്ലാസ്സിലേക്കും. 6ാം ക്ലാസ്സിലേക്ക് എന്ന് പറയുന്നത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് എഴുതാനായിട്ട് സാധിക്കുക കേട്ടോ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് എഴുതാനായിട്ട് സാധിക്കുക. ഈ പ്രാവശ്യം 5ാം ക്ലാസ്സിലെ മീൻസ് ഇപ്പൊ 4ൽ പഠിക്കുന്ന കുട്ടികളായിരിക്കുമല്ലോ ഇത് കാണുന്നത്. അപ്പോൾ 5ാം ക്ലാസ്സിലേക്ക് വരുന്ന ഏജ്, അവിടുത്തെ ഏജ് കാറ്റഗറി നോക്കും.
ഇത്ര ഡേറ്റ് ഓഫ് ബർത്തിനുള്ളിൽ വരുന്ന ആൾക്കാർക്കായിരിക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. ആ ഡേറ്റ് ഓഫ് ബർത്ത് ഞാനൊന്ന് പറയാം. 1/5/2015 ടു 31/7/2017 ഈ ഡേറ്റിനുള്ളിലുള്ള ആൾക്കാർക്കാണ് ഈ പ്രാവശ്യത്തെ 5ാം ക്ലാസ്സിലെ നവോദയ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, നവോദയ എക്സാം എന്ന് ഞാനിപ്പോൾ കുറേ ആയി പറയുന്നു അല്ലെ, പറയുമ്പോൾ മുതൽ പറയുന്നുണ്ട് നവോദയ എക്സാം. അപ്പോൾ ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ജവഹർ നവോദയ എൻട്രൻസ് സെലക്ഷൻ ടെസ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെസ്റ്റിൽ നമുക്ക് നല്ല സ്കോർ എടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജവഹർ നവോദയ സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എഴുതുന്ന എല്ലാവർക്കും അഡ്മിഷൻ കിട്ടുമോ? ഇല്ല. അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ജവഹർ നവോദയ വിദ്യാലയാസ് ഉണ്ട്, തമിഴ്നാട് ഒഴികെ. തമിഴ്നാട്ടിലില്ല. നമ്മുടെ കേരളത്തില് എല്ലാ ജില്ലകളിലും എന്തുണ്ട്, ജവഹർ നവോദയ വിദ്യാലയം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ജില്ലയിലേക്ക് നമുക്ക് 80 സീറ്റാണ് വരുന്നത് കേട്ടോ. ഒരു ജില്ലയിൽ 80 സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും നന്നായി പഠിച്ച് മാർക്ക് വാങ്ങുന്ന 80 കുട്ടികൾക്കാണ് അവസരം. അതിലും നമുക്ക് കാറ്റഗറി ഉണ്ട്, റൂറൽ ഏരിയ, അർബൻ ഏരിയ. ഏറ്റവും കൂടുതൽ പ്രാധാന്യം റൂറൽ ഏരിയയിൽപ്പെട്ട കുട്ടികളാണ്. അപ്പൊ എങ്ങനെയാണ് ഈ റൂറൽ ഏരിയ തിരിച്ചറിയുക? പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന സ്കൂളുകളെ വെച്ചിട്ടാണ്. ഇപ്പോൾ റൂറൽ ഏരിയയിൽ പെടുന്നത് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ റൂറൽ ഏരിയ കാറ്റഗറിയിൽ വരും. മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ് നിങ്ങൾ 5ാം ക്ലാസ് 3, 4, 5 ഒക്കെ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തിൽ വരും? അർബൻ കാറ്റഗറിയിൽ വരും. ഇതിൽ നമുക്ക് 80 സീറ്റ് ഉണ്ടെങ്കിൽ 60 സീറ്റോളം റൂറൽ ഏരിയയ്ക്കും 20 സീറ്റോളമാണ് നമുക്ക് എവിടെ വരുന്നത്, നമ്മുടെ അർബൻ കാറ്റഗറിക്ക് വരുന്നത്. സോ 80നെ 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 60-20 ആ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിലും റാങ്ക് കയറി വരിക. അതും റൂറൽ അർബൻ തിരിച്ച് തന്നെയായിരിക്കും റാങ്ക് ലിസ്റ്റും വരിക. അപ്പോൾ ഇതിനകത്ത് ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് 3 സബ്ജക്റ്റുകളാണുള്ളത്. അരിത്തമെറ്റിക്സ് എന്ന് പറയുന്ന മാത്സ് പോർഷനും, മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന റീസണിങ് പോർഷനും, ലാംഗ്വേജും. അപ്പം മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ, നമുക്ക് മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും പരീക്ഷ എഴുതാം. ഏതെങ്കിലും ഒരു മീഡിയം നമുക്ക് ചൂസ് ചെയ്യാം. മലയാളം മീഡിയം പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ മലയാളം മീഡിയത്തിൽ പരീക്ഷ എഴുതാം. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പരീക്ഷ എഴുതാം. CBSE ആയിക്കോട്ടെ, ICSE ആയിക്കോട്ടെ, സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ, എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ജവഹർ നവോദയ വിദ്യാലയ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് OMR ഷീറ്റിലാണ് പരീക്ഷ വരുന്നത്. പിള്ളേര് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ ഇവര് 4ാം ക്ലാസ് കഴിഞ്ഞ് 5ൽ കയറാൻ പോകുന്ന കുട്ടികൾ ആദ്യമായിട്ട് എഴുതുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാമും കൂടിയായിരിക്കും നമ്മൾ ഈ പറയുന്ന ജവഹർ നവോദയ വിദ്യാലയ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് കുട്ടികൾ അറ്റ് എ ടൈം ഒരു വർഷം എഴുതുന്നത് 25-30 ലക്ഷം കുട്ടികളാണ് നവോദയയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ എഴുതുന്നത്. നമ്മുടെ ഇവിടങ്ങളിൽ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു ജില്ലയിൽ 1000-2000 വരെ കുട്ടികൾ ഇതിനു വേണ്ടി മത്സരിക്കുന്നുണ്ട്. ചില ജില്ലകളിൽ അത് 5000 വരെ കണക്കുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് 80 കുട്ടികൾക്കാണ് കിട്ടുക. സോ നമുക്കറിയാം ഈ ഒരു എക്സാമിന്റെ പ്രാധാന്യവും അതേപോലെ തന്നെ ഈ ഒരു സ്കൂളിന്റെ പ്രാധാന്യവും അറിഞ്ഞാണ് പേരൻസ് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വഴിയെ അടുത്തടുത്ത വീഡിയോസിൽ നമുക്ക് പറയാവുന്നതാണ്. നമ്മുടെ CC+ന്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നവോദയനെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു 80 സീറ്റാണുള്ളത്. അപ്പൊ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പൊ ഈ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠിക്കണം. ഈ കുട്ടികൾക്ക് ഡിസംബറിലെ എക്സാം വരും. ഇവരുടെ പോർഷൻ സ്കൂളിൽ തീരുന്നതേ മാർച്ചിലാണ്. സോ ഡിസംബറിന് മുൻപായി തന്നെ പോർഷൻസ് തീർത്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ അങ്ങനെ നമുക്ക് പോർഷൻസ് തീർത്ത് പഠിക്കണമെങ്കിൽ നല്ലൊരു കോച്ചിങ് എടുക്കണം അല്ലെ. നമ്മുടെ CC+ൽ നവോദയ 6ന്റെയും 9ന്റെയും കോച്ചിങ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നവോദയ 6ന് ഇപ്പൊ 4ൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലോങ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. 9ന്റെ എന്ന് പറയുമ്പോൾ ഇപ്പൊ 7ൽ പഠിക്കുന്ന കുട്ടികൾക്കും ലോങ് ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. ലോങ് ബാച്ചിൽ ജോയിൻ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഡിസംബറിൽ പരീക്ഷയാണ് 6നെങ്കിൽ നമ്മൾ ഒരു സെപ്റ്റംബർ ഒക്കെ ആവുമ്പോഴത്തേനും പോർഷൻസ് ഒക്കെ തീർത്ത് റിവിഷൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഈ റിവിഷനും ക്വസ്റ്റ്യൻ ഡിസ്കഷനും എത്രത്തോളം ചെയ്യുന്നോ അതിലാണ് നമുക്ക് മാർക്ക് കയറുന്നത്. നമ്മൾ എന്ത് പഠിച്ചു എന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്ത് പഠിച്ചു എന്നതിലുപരി അത് എത്രമാത്രം വർക്കൗട്ട് ചെയ്ത് നമുക്ക് ആ ഒരു സിലബസിലൂടെ ക്വസ്റ്റ്യൻ പാറ്റേണിലൂടെ പോകുന്നു എന്നതിലാണ് കാര്യം. അപ്പൊ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം ആൻസേഴ്സ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നമുക്ക് നടത്താൻ പറ്റുമോ, അതിലാണ് നമ്മുടെ ഈ 80ലേക്കുള്ള വിജയം ഇരിക്കുന്നത്.
അപ്പം നമ്മുടെ CC+ന് ഓൾറെഡി നമ്മളിപ്പോൾ ഒന്ന് ജോയിൻ ചെയ്താൽ നമുക്ക് CC+ ട്യൂഷൻ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിൽ റെക്കോർഡഡ് ക്ലാസ് ഇവർക്ക് കാണാനുണ്ട്. അതിനുശേഷം നമ്മൾ ലൈവ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇവർക്ക് മോക്ക് എക്സാംസുകൾ ഉണ്ടാവുന്നതാണ്. അതേപോലെ വീക്ക്ലി എക്സാംസും ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്കൊരു പേഴ്സണൽ മെന്റർ സപ്പോർട്ടും ഉണ്ടാവും. അപ്പൊ ജവഹർ നവോദയ എന്നൊരു സ്വപ്നമുള്ള കുട്ടികളാണ് എങ്കിൽ നവോദയ സ്കൂളുകളിൽ പഠിക്കണം, എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന അച്ചീവ്മെന്റ്സിലേക്ക് എത്തണം, എൻ്റെ സ്വപ്നം ഇതാണ്. ഏറ്റവും കൂടുതൽ IASകാരും IPSകാരും ഒക്കെ ഇറങ്ങിയിരിക്കുന്നതും നമ്മുടെ ഈ നവോദയ സ്കൂളിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്കൂളിൽ അത്രമാത്രം ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഈ ഒരു സമയത്ത് അടിയും അതേപോലെ തന്നെ ഇത്രയോ ആൾക്കാർ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതും. സോ നമ്മൾ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു കളിച്ച് നമ്മൾ കളയാനുള്ള ഒരു അവസരമല്ല നമ്മുടെ ജവഹർ നവോദയ എന്ന് പറയുന്നത്. നമ്മൾ CC+ എന്ന് പറയുന്നത് കുറേ വർഷങ്ങളായി ജവഹർ നവോദയ എൻട്രൻസ് കോച്ചിങ്ങിൽ തന്നെ കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിൽ ഇവിടെ മാത്സ് ആൻഡ് റീസണിങ് ആണ് നോക്കുന്നത്. അപ്പൊ മാത്സിന്റെ റീസണിങ്ങിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആദ്യം മുതലേ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു വരുന്ന കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ വിജയം ഞാൻ കണ്ടിട്ടുള്ളത് ലോങ് ബാച്ചസിൽ നിന്ന് തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ സമയം കിട്ടി പഠിച്ചെടുത്ത് അവർ നല്ല മാർക്ക് വാങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഇഷ്ടം പോലെ റിസൾട്ടാണ്. നമുക്ക് ഒരു 3 വർഷങ്ങളിലായിട്ട് ഞാനിപ്പോൾ ഒരു 3 years ആയിട്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ട്, അപ്പൊ 3 yearsലായിട്ട് ഒരു 450+ സ്റ്റുഡൻസിനെ നമുക്ക് കേരളത്തില് നവോദയയിലേക്ക് വിടാനായിട്ട് കഴിഞ്ഞു. വളരെ സന്തോഷമുള്ള കാര്യമാണതല്ലേ. നമുക്ക് കുറേ മീറ്റപ്സ് നമ്മൾ സംഘടിപ്പിച്ചു. മീറ്റപ്പിന്റെ ഡിസ്പ്ലേ ഞാനിപ്പം നമുക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 3 വർഷങ്ങളിലായിട്ടുള്ള മീറ്റപ്പിന്റെ ഫോട്ടോസ് നമ്മൾ ഡിസ്പ്ലേ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നവോദയ എക്സാമിന് വേണ്ടി ഒരു മോഡൽ മോക്ക് എക്സാം ഓഫ്ലൈൻ ആയിട്ട് നടത്തുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സസ് എല്ലാം ഓൺലൈനിൽ വരുമ്പോൾ നമ്മൾ പരീക്ഷ നേരിട്ട് ഒരു നവോദയ മോഡൽ എക്സാം നേരിട്ട് തന്നെയാണ് നമ്മൾ നടത്തുന്നത്. ഇവരുടെ പേടിയും ഇതെല്ലാം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി. സോ അതിൻ്റെ എല്ലാം പിക്ചേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ഗ്രാൻഡ് മീറ്റപ്പ് തന്നെ, ഒരു ഗ്രാജുവേഷൻ ഡേ പോലെ തന്നെയാണ്. നമ്മുടെ മക്കൾ ഇവിടെ നിന്ന് 5ാം ക്ലാസ്സിലേക്ക്, ഇപ്പം 5ാം ക്ലാസ്സിൽ നേടുന്ന ഏറ്റവും വലിയ കാര്യമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പൊ അതിൻ്റെതായ ഒരു മോട്ടിവേഷൻ കൊടുത്ത് അവർക്കത് അവരുടെ ഭാവിയിലേക്ക് ഒരു എന്താ പറയുക, ഒരു മോട്ടിവേഷൻ പോലെ എനർജിയോടെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മളൊരു ഗ്രാജുവേഷൻ ഡേ പോലെ തന്നെയാണ് നമ്മുടെ പ്രോഗ്രാംസ് നടത്തിയത്. അപ്പോൾ നമ്മൾ CC+ൽ 4ാം ക്ലാസ്സിൽ മുതലേ ഇപ്പം തുടങ്ങുന്ന ലോങ് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലോങ് ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ താഴെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അവർ ഫുൾ ആൻഡ് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അത് ഒന്ന് വിളിച്ച് എൻക്വയറി എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാവും. എങ്ങനെയാണ് ക്ലാസ്സസ് പോകുന്നത്, മെന്റർഷിപ്പ് എങ്ങനെയാണ്, എക്സാംസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള A to Z കാര്യങ്ങൾ, അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണോ, അപ്ലൈ ചെയ്യേണ്ട സമയം എപ്പോഴാണ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവർ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് കുറച്ച് സ്റ്റുഡൻസും പേരൻസും പറഞ്ഞ റിവ്യൂസും കൂടെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അതും കൂടി ഒന്ന് കാണുക. CC+ൽ എങ്ങനെയാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും. എല്ലാവരും ഒന്ന് നോക്കുക. CC+ൽ ഓരോ ടീച്ചർമാരും ഒന്നിനൊന്നും മെച്ചപ്പെട്ടാണ് ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അനന്തു സാറിന്റെ ക്ലാസ് ഒക്കെ നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും. ലളിതവും ആഴത്തിൽ മനസ്സിലാക്കാനൊക്കെ പറ്റുമായിരുന്നു. പിന്നെ അതുപോലെ അശ്വതി മിസ്, മഞ്ജുഷ മിസ്, അങ്ങനെ എല്ലാവർക്കും നല്ല നന്ദിയുണ്ട് എല്ലാ ടീച്ചർമാർക്കും. CC+ൽ ജോയിൻ ചെയ്തത് കൊണ്ട് മാത്രമാണ് അവന് ഇങ്ങനെ ഒരു അഡ്മിഷൻ ലഭിക്കാൻ സാധിച്ചത്. അതുപോലെ എൻ്റെ ഒരു സ്വപ്നവും സാക്ഷാത്കരിക്കാൻ സാധിച്ചു എന്ന് തന്നെ ഞാൻ കരുതുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് CC+ലെ മാനേജ്മെന്റിനോടും എല്ലാ സ്റ്റാഫിനോടും എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുന്നു. ഞാൻ നവോദയ പഠിച്ചുകൊണ്ട് സ്കൂളിലും നല്ല ഇമ്പ്രൂവ്മെന്റ് കിട്ടി. മാത്സിനൊക്കെ ടോപ്പ് ലിസ്റ്റിൽ വന്നു. ഓ അടിപൊളി. സ്കൂളിൽ എല്ലാരും എന്തോ പറഞ്ഞത്? എല്ലാരും അടിപൊളിയാണ്, 9ൽ വരണം എന്ന് പറഞ്ഞു. CC+ന്റെ കാര്യം പറഞ്ഞു. അപ്പൊ എല്ലാരും CC+ ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഒത്തിരി സ്വപ്നം കാണുന്ന ഒരു വേദി, ഒരു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് കിട്ടിയെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. മാത്സിനൊക്കെ പുറകിലേക്കായിരുന്നു അവന്. നമ്മൾ നവംബർ മാസത്തിലാണ് നമ്മൾ ജോയിൻ ചെയ്തത്. ഒരു 6-ാം തീയതി നവംബർ 6 തൊട്ടാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് തുടങ്ങിയത്. അന്ന് തൊട്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് അവന് പെർഫോം ചെയ്യാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. അനന്തു സാറിന്റെ നാട്ടുകാരാണ് ഞങ്ങളും. അടിമാലി അടുത്താണ് പണിക്കൻകുടി. അപ്പോൾ അനന്തു സാറിനും എല്ലാ ടീച്ചർമാർക്കും എല്ലാ വിഷയങ്ങളും പഠിപ്പിച്ചത് ഒന്നിനൊന്നിനും മെച്ചമായിട്ടാണ്
ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. അതേപോലെ തന്നെ ലോങ് ബാച്ചസിലേക്ക് അഡ്മിഷൻ ഇപ്പോഴേ എടുത്ത് നവോദയ സ്കൂളുകളിലേക്ക് സീറ്റ് ഉറപ്പിക്കുക. ഞാൻ പറഞ്ഞതുപോലെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാ വീഡിയോസും നവോദയനെ പറ്റിയുള്ള എല്ലാ വീഡിയോസും ഇൻഫർമേഷൻസും ആയിരിക്കും വരിക നമ്മുടെ ചാനലിൽ. സോ അത് നിങ്ങളെല്ലാവരും മറക്കാതെ കാണുക. അതാത് സമയത്ത് അത് ഫോളോ ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഫോളോ ഫോർ മോർ വീഡിയോസ്.